സ്വർഗത്തിൽ മുത്തുപൊഴിച്ചിടുന്ന വെള്ളിച്ചിറകുള്ള മേഘങ്ങൾ ഞങ്ങൾ, ഭൂമിയിൽ വന്നു പറന്നു നടക്കുന്ന തൂവെള്ളച്ചേരുള്ള മാലാഖമാർ. അതാ വെള്ളരിച്ചിറകുകൾ വിടർത്തി കോടമഞ്ഞൊഴുകി നീങ്ങും പോലെ ഒരു കൂട്ടം മാലാഖമാർ ആടിപ്പാടി പോകുന്നു. സ്വർഗത്തിൽ നിന്നും അവർ ഭൂമിയിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കും ലോകൈകനാഥന്റെ കൽപ്പനയാൽ ഭൂമിയിലുള്ളൊരമൂല്യമൃതത്തെ തേടി അലഞ്ഞു വരുന്നു ഞങ്ങൾ. പ്രപഞ്ച സൃഷ്ടാവിന്റെ കൽപ്പനയാൽ ഭൂമിയിൽ അമൂല്യമായത് എന്താണെന്ന് അന്വേഷിച്ചലയുകയാണവർ. സ്വർഗത്തിൽ മുത്തുപൊഴിച്ചിടുന്ന വെള്ളിച്ചിറകുള്ള മേഘങ്ങൾ ഞങ്ങൾ, ഭൂമിയിൽ വന്നു പറന്നു നടക്കുന്ന തൂവെള്ളച്ചേരുള്ള മാലാഖമാർ. പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്ന കഥ വിശ്വസാഹിത്യകാരനായ ഓസ്കാർ വൈൽഡിന്റെ ഹാപ്പി പ്രിൻസ്. ഫ്രാൻസിൽ ഇപ്പോൾ വസന്തകാലത്തിന്റെ അവസാന ഘട്ടമാണ്. ഈജിപ്തിൽ നിന്നും ഫ്രാൻസിലേക്ക് വന്ന ദേശാടനക്കാരായ ഒരു കൂട്ടം മീവൽ പക്ഷികൾ തിരിച്ച് ഈജിപ്തിലേക്ക് പറക്കാൻ തയ്യാറായി നിൽക്കുന്നു. ആ മീവൽ പക്ഷികളെ കണ്ടാൽ പാൽ നിറമാണല്ലോ നീണ്ടു വളഞ്ഞൊരു ചുണ്ടുകളും, ചിറകിന്റെ നടുവിൽ കുങ്കുമവരകളും ഉണ്ടല്ലോ. കണ്ടാൽ പാൽ നിറമാണല്ലോ നീണ്ടു വളഞ്ഞൊരു ചുണ്ടുകളും, ചിറകിന്റെ നടുവിൽ കുങ്കുമവരകളും ഉണ്ടല്ലോ. അവർ ഈജിപ്തിലേക്ക് തിരിച്ചു പറക്കാൻ തുടങ്ങിയപ്പോൾ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞു മീവൽ മാത്രം അവരോടൊപ്പം പോകാൻ കൂട്ടാക്കിയില്ല. കൂട്ടരെ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വന്നേക്കാം. എനിക്ക് ഈ ആമ്പൽ കുളങ്ങൾ കണ്ട് കൊതി തീർന്നില്ല. നീ എന്താണ് ഈ പറയുന്നത്? അതൊന്നും ശരിയാവില്ല. ദേ നോക്ക്, വസന്തകാലം കഴിഞ്ഞിരിക്കുന്നു. മുത്തശ്ശിമാർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ശിശിരം വന്നാൽ, മഞ്ഞ് വീണാൽ നമ്മൾ മീവൽ പക്ഷികൾക്ക് ജീവിക്കാൻ കഴിയില്ല. ശ്വാസതടസ്സം ഉണ്ടാകും, തൂവലൊക്കെ കൊഴിഞ്ഞു പോകും, ഒടുവിൽ പനി പിടിച്ചു മരിച്ചു പോകും. ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. വരൂ, നമുക്ക് പോകാം. കുഞ്ഞുമീവൽ കൂട്ടാക്കിയില്ല. ഒടുവിൽ കുഞ്ഞുമീവലിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവർ ജന്മനാട്ടിലേക്ക് യാത്രയായി. 2 ദിവസം കൂടി കുഞ്ഞുമീവൽ ആ ആമ്പൽ കുളങ്ങളിൽ പറന്നു നടന്നു. ഒടുവിൽ ഈജിപ്തിലേക്ക് തിരിച്ചു പറക്കവേ ഫ്രാൻസിലെ ഒരു വലിയ നഗരത്തിലെത്തി. അതാ ആ നഗരത്തിന് നടുത്തളത്തിൽ ഒരു രാജകുമാരന്റെ കൂറ്റൻ പ്രതിമ നിൽക്കുന്നു. കണ്ണുകളിൽ വൈഢൂര്യമുള്ള, കണ്ടാൽ ജീവനുണ്ടെന്ന് തോന്നിക്കുന്ന ആ പ്രതിമയുടെ അടിവശത്തായി കരിങ്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നു ഹാപ്പി പ്രിൻസ്, സന്തോഷവാനായ രാജകുമാരൻ. മീവൽ കുഞ്ഞ് വിശ്രമിക്കാനായി രാജകുമാരന്റെ ചുമലിലേക്ക് പറന്നിരുന്നു. മനോഹരമായ രാജകുമാരന്റെ മുഖത്തേക്ക് നോക്കിയ കുഞ്ഞു മീവൽ ഞെട്ടി. ഹാപ്പി പ്രിൻസ് കരയുന്നു. അല്ലയോ രാജകുമാര, കരയാൻ കഴിയുന്ന നിനക്ക് കേൾക്കാനും കഴിയുമല്ലോ. നീ എന്തിനാണ് കരയുന്നത്? രാജകുമാരന്റെ കണ്ണുകളിൽ അതിയായ തിളക്കം കണ്ടു. ചുണ്ടുകൾ മെല്ലെ തുറന്നു. ഒരു ചെറു പുഞ്ചിരി തൂകി. ഫ്രാൻസിന്റെ അതിഥിയായ മീവൽ കുഞ്ഞെ, നിനക്കെൻ്റെ പ്രണാമം. കൊട്ടാര മതിൽക്കെട്ടിനുള്ളിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. സുഖവും സന്തോഷവും മാത്രമുള്ള ജീവിതം. ചുവന്നു തുടുത്ത കവിൾത്തടങ്ങൾ മാത്രമേ ഞാനവിടെ കണ്ടിരുന്നുള്ളൂ. അകാലത്തിൽ മരണമടഞ്ഞ എന്നെ ഈ നഗരത്തിന് നടുത്തളത്തിൽ ഒരു കൂറ്റൻ പ്രതിമയാക്കി നിർത്തി. ഇപ്പോൾ എനിക്കെല്ലാം കാണാം. ഈ നാട് മുഴുവൻ കാണാം. ഞാൻ കാണുന്നതെല്ലാം അരുതാത്ത കാഴ്ചകൾ. കുഞ്ഞുങ്ങളെ വളർത്താൻ നിവർത്തിയില്ലാത്ത അമ്മമാരെ, പട്ടിണി മൂലം തെരുവിലലയുന്ന കുട്ടികളെ. ഇല്ല, എനിക്ക് പറയാൻ കൂടി കഴിയുന്നില്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണം നല്ലൊരു ബാല്യം. അതാ ആ ജനാലയിൽ കൂടി നോക്കിയാൽ കാണാം വിശന്നു തളർന്ന പൊന്നോമനെ തൊട്ടിലാട്ടി ഉറക്കുന്ന ഒരമ്മയെ. പട്ടിണി മൂലം ആ അമ്മയുടെ മാറിൽ ഒരു തുള്ളി പാലില്ല. അതുകൊണ്ട് കണ്ണിലുള്ളൊരു വൈഡൂര്യ കല്ലിനെ അമ്മതൻ കൈകളിൽ ഏൽപ്പിക്കുമോ? എൻ കണ്ണിലുള്ളൊരു വൈഡൂര്യ കല്ലിനെ അമ്മതൻ കൈകളിൽ ഏൽപ്പിക്കുമോ? രാജകുമാരന്റെ വാക്കുകൾ കേട്ട് കുഞ്ഞുമീവൽ പൊട്ടിക്കരഞ്ഞു. രാജകുമാരൻ, നിന്റെ കണ്ണിലെ വൈഡൂര്യ കല്ലുകൾ കൊത്തിയെടുത്താൽ നിന്റെ കാഴ്ച നഷ്ടമാവില്ലേ? എന്തിനാണീ വെളിച്ചം അമ്മയും പൈതലും അന്നമേ
രാജകുമാരൻ നിർബന്ധപ്രകാരം കുമാരന്റെ കണ്ണിലെ വൈഡൂര്യ കല്ലുകൾ കൊത്തിയെടുത്ത് കുഞ്ഞുമീവൽ ആ അമ്മയുടെ കൈകളിലെത്തിച്ചു. വൈഡൂര്യ കല്ലുകൾ മാത്രമല്ല, രാജകുമാരന്റെ ആഭരണങ്ങൾ ഓരോന്നും കൊത്തിയെടുത്ത് അബലകളും അനാഥരുമായവർക്ക് ആ കുഞ്ഞുമീവൽ കൊണ്ടു കൊടുത്തു. നാളുകൾ കടന്നുപോയി. കുഞ്ഞുമീവൽ രാജകുമാരന്റെ അടുത്തെത്തി. പ്രിയപ്പെട്ട മീവൽ കുഞ്ഞെ, നീ എത്രയും പെട്ടെന്ന് നിന്റെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുക. ഈ മഞ്ഞുകാലം നിനക്ക് താങ്ങാവുന്നതല്ലല്ലോ. നിനക്കെൻ്റെ യാത്രാമംഗളങ്ങൾ. ആ വാക്കുകൾ കേട്ട് നിറഞ്ഞ മനസ്സോടെ നിറകണ്ണുകളോടെ കുഞ്ഞുമീവൽ രാജകുമാരന്റെ ചുമലിലേക്ക് പറന്നിരുന്നു. കുമാര, മഞ്ഞുകാലമായിരിക്കുന്നു. നിനക്കെന്നെ കാണാൻ കഴിയില്ലല്ലോ. എനിക്ക് നല്ല പനിയുണ്ട്. എൻ്റെ ചിറകിലെ തൂവലുകൾ പകുതിയും കൊഴിഞ്ഞു പോയിരിക്കുന്നു. പിന്നെ വരുന്ന വഴി ഞാനൊരു കുഞ്ഞിനെ കണ്ടു. ശരീരമാസകലം മുറിവുകളുള്ളവൻ തെരുവിലിരുന്ന് ഭിക്ഷ എടുക്കുന്നു. നിന്റെ വാൾപ്പിടിയിൽ അവശേഷിക്കുന്ന ഈ സ്വർണം ഞാൻ ആ കുഞ്ഞിന്റെ കൈകൾ എത്തിക്കട്ടെ. രാജകുമാരന്റെ അനുവാദത്തോടുകൂടി കുമാരന്റെ വാളിലെ സ്വർണം കൊത്തിയെടുത്ത് മീവൽ കുഞ്ഞ് ദൂരേക്ക് പറന്നകന്നു. രാജകുമാരന്റെ കണ്ണുകൾ കാഴ്ചയില്ലാത്ത കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. അല്പസമയത്തിന് ശേഷം മീവൽ കുഞ്ഞ് തിരികെ എത്തി. കുമാര, ഞാനിനി എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. അതിനു മുൻപ് സ്നേഹവും ദയയും കാരുണ്യവുമുള്ള നിന്റെ നെറ്റിത്തടത്തിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. തൻ്റെ തൂവലുകൾ നഷ്ടപ്പെട്ട മീവൽ കുഞ്ഞ് രാജകുമാരന്റെ നെറ്റിത്തടത്തിലേക്ക് പറന്നുയരാൻ ശ്രമിക്കവേ ചേതനയേറ്റ് നിലം പതിച്ചു. മീവൽ കുഞ്ഞിന്റെ മരണം മനസ്സിലാക്കിയ ഹാപ്പി പ്രിൻസ് നെഞ്ചു പൊട്ടിക്കരഞ്ഞു. തൽക്ഷണം ആ പ്രതിമ പൊട്ടിപ്പിളർന്നു വീണു. അടുത്ത ദിവസം തന്നെ ഫ്രാൻസിലെ അധികാരികൾ സ്ഥലത്തെത്തി. തകർന്ന പ്രതിമയുടെ അവശിഷ്ടവും മീവൽ കുഞ്ഞിന്റെ ജീർണിച്ച ദേഹവും അവർ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് ഫ്രാൻസിന്റെ പ്രൗഢി വിളിച്ചോതുന്ന പുതിയ പ്രതിമയുടെ പണി ആരംഭിച്ചു. സ്വർഗത്തിൽ മുത്തു പൊഴിച്ചിടുന്ന വെള്ളിച്ചിറകുള്ള മേഘങ്ങൾ ഞങ്ങൾ, ഭൂമിയിൽ വന്നു പറന്നു നടക്കുന്ന തൂവെള്ളച്ചേരുള്ള മാലാഖമാർ, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കും ലോകേകനാഥന്റെ കൽപ്പനയാൽ ഭൂമിയിലുള്ളൊരമൂല്യമാം രത്നത്തെ തേടി അലഞ്ഞു വരുന്നു. ഭൂമിയിലെ അമൂല്യ വസ്തു തേടിയെത്തിയ മാലാഖമാർ ഫ്രാൻസിലെ പട്ടണത്തിലെത്തി. കുപ്പത്തൊട്ടിയിൽ കിടന്നിരുന്ന മീവൽ കുഞ്ഞിന്റെ തൂവലും രാജകുമാരന്റെ പടച്ചട്ടയും അവർ കയ്യിലെടുത്തു. നോക്കൂ കൂട്ടരെ, സ്വർണവും പവിഴവും രത്നവും ഒന്നുമല്ല, അബലകൾക്കും അനാഥർക്കും വേണ്ടി ജീവൻ അർപ്പിച്ച രാജകുമാരന്റെയും മീവൽ കുഞ്ഞിന്റെയും ശരീരത്തെ അലങ്കരിച്ച ഈ പടച്ചട്ടയും തൂവലുമാണ് ഭൂമിയിലെ അമൂല്യ വസ്തു. നമ്മുടെ ദൗത്യം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമുക്കിത് പ്രപഞ്ച സൃഷ്ടാവിനെ ഏൽപ്പിക്കാം. അവർ ആ തൂവലും പടച്ചട്ടയുമായി സ്വർഗത്തിലേക്ക് പറന്നകന്നു. പ്രിയമുള്ളവരെ, ഹാപ്പി പ്രിൻസിനും മീവൽ കുഞ്ഞിനും മരണമില്ല. അവർ ഓർമ്മകളിൽ എന്നും ജീവിക്കുന്നു. നന്ദി.